ടീച്ചറെന്താ മുഖം കരുപ്പിച്ചോണ്ടിരിക്കുന്നത്? പിണക്കാണോ? അറിയ ടീച്ചറെ, എന്നോട് പിണക്കാണോ? എന്തിനാ പിണക്കം? പറയാൻ മനസ്സില്ല എനിക്ക്. ഞാൻ ചോദിച്ചപ്പോ ദേവൻ സാറിന് മറുപടി പറയാൻ പറ്റിയില്ലല്ലോ. ദേവൻ സാറിന്റെ ചോദ്യത്തിന്റെ മറുപടി പറയാൻ എനിക്കും മനസ്സില്ല. ടീച്ചർ ഒരു തൊട്ടാവാടിയായി പോയല്ലോ. ശരിയാ, ഞാനൊരു തൊട്ടാവാടി ആയതിന്റെ കുഴപ്പം തന്നെയാ. എനിക്ക് ഭദ്രകാളിയുടെ സ്വഭാവമായിരുന്നെങ്കിൽ ദേവൻ സാറിനെ നുള്ളിപ്പിച്ചി മുടിയൊക്കെ പിടിച്ചു വലിച്ച് മുഖമെല്ലാം മാന്തി പൊളിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ എന്റെ കൈ ധരിക്കുന്നുണ്ട്. ടീച്ചർ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. വേണമെങ്കിൽ ഈ കായലിൽ തന്നെ ചവിട്ടി താഴ്ത്തിക്കോ. എന്നിട്ട് ദേവൻ സാറ് നീന്തി രക്ഷപ്പെടും. ഞാൻ ഈ സ്പീഡ് ബോട്ടിൽ കിടന്ന് നട്ടം തിരിയും. അതിനുവേണ്ടിയല്ലേ? ടീച്ചർ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ കാണുന്ന ആദ്യമായിട്ടാ. ഇപ്പൊ ടീച്ചറെ കാണാൻ കൂടുതൽ ഭംഗിയായിട്ടുണ്ട്. ആ മുഖമൊക്കെ ചോന്ന്. ഇനി ഈ ജന്മത്തെ ഞാൻ ദേവൻ സാറിനോട് മിണ്ടില്ല. മടുത്തു. ഇയാളുടെ പുറകെ നടന്ന് നടന്ന് എനിക്ക് മടുത്തു. ടീച്ചറിന്റെ പുറകെ നടക്കുന്നത് എനിക്കിഷ്ടം. ശരിയാ, പിറകെ നടത്തിക്കത്തേ ഉള്ളൂ, കൂടെ നടക്കുന്നോന്ന് ചോദിക്കില്ല. അതിന് വേറെ ആളുണ്ടല്ലോ. ഞാൻ മണ്ടി. ദേവൻ സാറിന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നുണ്ടോന്ന് നോക്കി നടന്ന ഞാൻ വെറും മണ്ടി. ഇയാളുടെ പുറകെ നടന്ന് നടന്ന് ഈ ജന്മം തീരും. ടീച്ചർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് ടീച്ചറോടുള്ളത് ഏത് തരത്തിലുള്ള ഇഷ്ടമാണെന്ന് അറിയണം, അല്ലേ? പറയാം. വേഗം പറ. അച്ഛന് മോളോട് തോന്നുന്ന വാത്സല്യമല്ല. അത് കുറച്ചു മുമ്പ് പറഞ്ഞതാ. അമ്മയ്ക്ക് മകളോട് തോന്നുന്ന വാത്സല്യം അല്ലേ? അതും കുറച്ചു മുമ്പ് പറഞ്ഞതാ. കുട്ടികൾക്ക് ടീച്ചറോട് തോന്നുന്ന ബഹുമാനം അല്ലേ? ദേവൻ സാറേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ടീച്ചറോടുള്ള ഇഷ്ടം വേഗം പറ. പറയട്ടെ? വേഗം പറ ദേവൻ സാറേ. അത് കേൾക്കാൻ വേണ്ടിയല്ലേ മാസങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്നത്. സമയം കിട്ടുമ്പോഴെല്ലാം ദേവൻ സാറിന്റെ അടുത്തേക്ക് ഞാൻ ഓടി വരുന്നത് അതിനുവേണ്ടി മാത്രമല്ലേ? ഇത്രയും കാലം മനസ്സിലടക്കി വെച്ചത് ഇനിയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. വേഗം പറഞ്ഞോളൂ. ദേവൻ സാറിന്റെ വാക്കുകൾ ചെന്ന് വീഴുന്നത് എന്റെ കാതിലേക്കല്ല, ആത്മാവിലേക്കാ. ഞാൻ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ, ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാ. വേഗം പറയും. നമുക്ക് നമ്മുടെ മനസ്സ് തുറക്കാൻ ഇത് തന്നെ പറ്റിയ മുഹൂർത്തം. ഈ കായൽപ്പരപ്പിലിപ്പോ നമ്മൾ മാത്രം. വേഗം പറ. എനിക്ക് അല്ല ടീച്ചറിനെ